ഹായ്. ഇന്നലെ വൈകിട്ടത്തെ ഷോർട്ട് വീഡിയോയെ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയ്ക്ക് ഒരുപാട് കമൻസ് വന്നു. അപ്പോൾ അതിനൊരു മറുപടി ആയിട്ടാണ് ഞാൻ ഇന്നലെ ആ ഷോർട്ട് വീഡിയോ ഇട്ടത്. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചതിലുപരി ഒരുപാട് പേര് വന്ന് അതിന് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ചേച്ചി പറഞ്ഞത് ശരിയാണ്, ചേച്ചി അതൊന്ന് വിശദമായിട്ട് പറയാമോ? വീണ്ടും ഒരുപാട് അമ്മമാർ വന്നിട്ടുണ്ട്, സഹോദരിമാർ വന്നിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാനിത് ഒരു ലോങ് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വെച്ചു. എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മരണ വീട്ടിൽ പോയപ്പോൾ ഒരു സംഭവം കണ്ടു. എന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ ഞാനും കരഞ്ഞു പോയി. ഞങ്ങൾ പറയാറുന്നേ, പെമ്മക്കളില്ലാത്ത കാരണവന്മാർ പാവം ചെയ്തവരാ. മരിച്ചു കിടന്നിട്ടുണ്ടെങ്കിൽ വെറും പട്ടി കിടക്കുന്നവണക്ക് കിടക്കാം. ആ പേര് പറഞ്ഞ് ഒരു തുള്ളി കണ്ണുനീര് പൊഴിയാനായിട്ട് ഒരു പെങ്കൊച്ചുങ്ങളില്ലല്ലോ എന്ന്. പെങ്കൊച്ചുങ്ങളില്ലാത്തവർ പാവം ചെയ്തവരാണ്. പക്ഷേ അത് ആ മകൻ തിരുത്തി കുറിച്ചു. സത്യമാണ് ഞാൻ പറഞ്ഞത്. എപ്പോഴോ ഞാനും ചങ്ക് പൊട്ടി കരഞ്ഞത് അവിടെ ചെന്നിട്ട്. ആ മകൻ ആ അമ്മയുടെ ദേഹത്തോട്ട് വീണ് കരഞ്ഞ കരച്ചില. അവിടെ കൂടിയ ആൾക്കാർ മൊത്തം സത്യമായിട്ടും അമ്മ മരിച്ചിട്ടല്ല കരഞ്ഞത്, ആ മകന്റെ കരച്ചിലും വിഷമവും കണ്ടിട്ടാ കരഞ്ഞത്. ഇപ്പോഴത്തെ ഈ കാലത്തും ഇങ്ങനെയുള്ള മക്കളുണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ട് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. അതുപോലെ തന്നെയാണ് ഒരമ്മ എന്നെ കണ്ടു കഴിഞ്ഞപ്പം പറഞ്ഞു, മോളെ എനിക്കിപ്പം വീടില്ല, എൻ്റെ വീട്ടുകാരില്ല, ഭർത്താവ് മരിച്ചുപോയി, ഈ മകൻ ഒരാളുണ്ടായിരുന്നത് എന്നെ അതുവരെയും എൻ്റെ വീടും സ്ഥലവും എല്ലാം ഉണ്ടായിരുന്നത് എഴുതി കൊടുക്കുന്നിടം വരെ എന്നെ ഭയങ്കര കാര്യമായിരുന്നു. എന്നെ അവൻ ജോലി ചെയ്യുന്നിടത്തോട്ട്, അതായത് അമേരിക്കയിലോട്ട് കൊണ്ടുപോയി എന്നെ ഒരു 3 മാസം അവിടെ നിർത്തി പൊന്നു പോലെ നോക്കിയത് ഒരു പ്രശ്നവും ഇല്ലായിരുന്നെന്ന് പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് അവനും ഭാര്യയും കൊച്ചുമക്കളും ഒക്കെ കൂടെ ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവൻ എന്നോട് പറഞ്ഞു, അമ്മേ നമുക്ക് ഈ വീടും സ്ഥലവും എല്ലാം വിറ്റ് അമ്മ ഇനിയും തന്നെ നിൽക്കണ്ടേ, ഇവർക്ക് ആകപ്പാടെ ആണും പെണ്ണുമായിട്ട് ഈ ഒരു മകനേ ഉള്ളൂ. അപ്പം പറഞ്ഞു എൻ്റെ കൂടെ പോരെ, അമ്മയ്ക്ക് അവിടെ സന്തോഷമായിട്ട് കഴിയാം, അമ്മ വന്ന് നിന്നിട്ടുള്ളതല്ലേ എന്ന് പറഞ്ഞു. അന്നേരം അമ്മയ്ക്ക് അവർ ഭാര്യയും ഭർത്താവും ഒന്നിച്ച് ജീവിച്ച വീടും സ്ഥലവും അവരെ അറിയുന്ന പരിസരവാസികളും ഒക്കെ അല്ലേ, അവരുടെ ബന്ധുക്കളും എല്ലാവരും തന്നെ ഇവിടെയാണ് ഉള്ളത്. അന്നേരം അവർ പറഞ്ഞു, വേണ്ട മോനെ, വീടും സ്ഥലവും വയ്ക്കണ്ട, ഞാൻ നിന്റെ കൂടെ വന്ന് നിന്നോളാം, എപ്പോഴെങ്കിലും എനിക്കൊരു 10 ദിവസം വന്ന് നിൽക്കണമെങ്കിൽ അവനവൻ്റെ വീട് വേണമല്ലോ എന്ന് പറഞ്ഞു. ഉടനെ പുള്ളി ഈ അമ്മയുടെ വേണ്ടപ്പെട്ട ആൾക്കാരെ കൊണ്ടൊക്കെ പറഞ്ഞു പറയിപ്പിച്ച് അമ്മയെ കൊണ്ട് സമ്മതിപ്പിച്ചിട്ട് വീടും സ്ഥലവും വിറ്റ് ഈ അമ്മയായിട്ട് അമേരിക്കയിൽ പോയി. അമേരിക്കയിൽ ചെന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പം അവിടെ നിർത്തിയിരുന്ന സെർവൻറ്റിനെ അവരങ്ങ് പറഞ്ഞു വിട്ടു. പയ്യെ 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 ആ വീട്ടിൽ ശമ്പളം കൊടുക്കാത്ത ഒരു വേലക്കാരിയായിട്ട് ആ അമ്മ മാറി. അവരുടെ ഫോൺ എടുത്ത് മാറ്റിക്കളഞ്ഞു. ആദ്യമേ തന്നെ ഫോണിൻ്റെ അകത്തെ നമ്പർ മുഴുവൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഫോൺ എടുത്ത് മാറ്റിക്കളഞ്ഞു. അങ്ങനെ വലിയ പ്രശ്നങ്ങളൊക്കെ ആയി. ഈ അമ്മയ്ക്ക് ആരോടും മിണ്ടാൻ പറ്റത്തില്ല, എടുക്കാൻ പറ്റത്തില്ല. അപ്പം എപ്പോഴോ ഈ മകൻ്റെ ഫോണിലോട്ട് വിളിച്ചിട്ട് ഈ അമ്മയുടെ അനിയത്ത് പറഞ്ഞു, അർജന്റ് അമ്മയുടെ കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും അമ്മ സംസാരിച്ചപ്പോഴാണ് അമ്മ ഈ വിവരങ്ങൾ പറഞ്ഞ് അത് വലിയ പ്രശ്നമായി, നാട്ടിലൊക്കെ അറിഞ്ഞ് കേസും പ്രശ്നമൊക്കെ ആയി. അങ്ങനെ തിരിച്ച് ഈ അമ്മ വന്നിപ്പോൾ ഈ അനിയത്തിയുടെ കൂടെയുണ്ട്. എന്നെ കണ്ടു കഴിഞ്ഞപ്പം പറഞ്ഞൊരു കാര്യമാണ് ഇത്. അപ്പം അങ്ങനെയുള്ള മക്കളും ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ എത്ര പിടിച്ചു വെച്ചാലും നമ്മുടെ കൈ നിൽക്കുക, അല്ലെങ്കിൽ വിട്ട് കളഞ്ഞേക്കണമെന്നേ, നമ്മളെ ആവശ്യമില്ലാത്തടത്ത് നമ്മൾ വലിഞ്ഞു കയറി തൂങ്ങിക്കിടക്കേണ്ട ഒരു കാര്യവുമില്ല. അതുപോലെ എനിക്ക് വന്ന മെസ്സേജിൽ പറഞ്ഞു, ചേച്ചി എൻ്റെ ഭർത്താവ് വേറൊരു സ്ത്രീയോടൊപ്പം താമസിക്കുന്നത്, എൻ്റെ മക്കളുടെ അച്ഛനല്ലേ, എനിക്കത് വിട്ട് കളയാൻ പറ്റും, തിരിച്ചു പിടിക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? അതുപോലെ തന്നെ മക്കൾ കല്യാണം കഴിഞ്ഞ് അവൻ എപ്പോഴും അവൻ്റെ ഭാര്യ വീട്ടിൽ തന്നെയാണ്, അവൻ ഇങ്ങോട്ടൊന്ന് തിരിച്ചു വരുമോ, ഞങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിക്കുവോ പിറക്കുവോ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ആദ്യമേ തന്നെ ഞാൻ നിങ്ങളോട് പറയാം, മക്കളായിക്കോട്ടെ ഭർത്താവായിക്കോട്ടെ നമ്മുടെ ആരുമായിക്കോട്ടെ, നമ്മൾ കാര്യം പറഞ്ഞ് ആദ്യമേ മനസ്സിലാക്കി കൊടുക്കണം, അതായത് ചൊല്ലിക്കൊടുക്കണം. അത് കഴിഞ്ഞു കഴിഞ്ഞാലത്തെ അവസ്ഥേനെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല തല്ല് വെച്ച് കൊടുക്കും, വഴക്ക് പറയും. ഇത് നമുക്ക് തല്ലാനും വഴക്ക് പറയാനും അധികാരമുള്ളവരുടെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഭർത്താവിനെ നമുക്ക് വഴക്ക് പറയാം, തല്ലാൻ പറ്റത്തില്ല. പക്ഷെ മക്കൾ എന്നതാ, തന്നോളമായ താനം നോർക്കണമെന്നാണ് പറയുന്നത്. അപ്പം തന്നോളം കഴിഞ്ഞ് ഒരു മക്കളെ പിടിച്ച് തല്ലാൻ പറ്റുമോ? ഇല്ല. അപ്പം നമ്മൾ വേണ്ടപ്പെട്ട അധികാരികളോടോ അല്ലെ നമ്മുടെ ആൾക്കാരോടോ പറഞ്ഞ് തിരുത്താനോ ഒരു ചെറിയ ശിക്ഷ കൊടുക്കാനായിട്ടാണെങ്കിൽ അതോ നമ്മൾ ചെയ്യും. പക്ഷെ എന്നിട്ടും പഠിക്കുന്നില്ലെങ്കിൽ എന്താ ചെയ്യും? നമ്മൾ വിട്ടുകളയണം. എന്നിട്ടും പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വേണ്ട, നമ്മളെ വേണ്ടാത്തവർ നമുക്ക് വേണ്ട, നമ്മൾ എന്ത് ചെയ്യണം? തള്ളിക്കളയണം.
ഇല്ലെങ്കിൽ എന്താ, ഒരു ദിവസം ഉണ്ടല്ലോ നമ്മൾ ഇവരെയൊക്കെ പിടിച്ച് അടക്കി നമ്മുടെ കൂടെ നിർത്താൻ നോക്കിക്കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അവർ നമ്മുടെ ജീവൻ എടുത്തുകൊണ്ട് അങ്ങ് പോകും. ഇല്ലെങ്കിൽ എന്നും കുടുംബത്ത് പ്രശ്നവും തമ്മിത്തല്ലും അടിയും തൊഴിയും ബഹളവും ആകും. നമ്മളെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ബലമായിട്ട് പിടിച്ചോണ്ട് വന്നിട്ട് അവരുടെ മനസ്സ് ഇവിടെ ഒന്നും ആയിരിക്കുകയല്ല. കൈവിട്ടാൽ വീണ്ടും അവരങ്ങോട്ട് പോകും. അതിനൊരു വേറൊരു പഴഞ്ചൊല്ലുണ്ട്, ഉന്തി മരം കയറ്റിയാൽ കൈ വിടുമ്പം താഴെ. അങ്ങനെ ഒരു ബന്ധം വേണ്ടെന്നേ. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ എവിടെ ആര് ശ്രമിച്ചാലും, ഇപ്പൊ 60 ആയിക്കോട്ടെ 70 വയസ്സുള്ളവരായിക്കോട്ടെ, നമുക്ക് ശ്രമിച്ചാൽ ഇപ്പൊ എവിടെയും ഒരു ജോലി കിട്ടും. രാവിലെ 9 മണി തൊട്ട് വൈകിട്ട് 5 മണി വരെ നിന്നാൽ സുഖമായിട്ട് 500 രൂപ ഒപ്പിക്കുന്ന എന്തെല്ലാം ജോലികളുണ്ട്. എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരാളുണ്ട്, ഏകദേശം ഒരു 60 അല്ല കേട്ടോ, ഒരു 70-72 വയസ്സുണ്ട്. ഇപ്പോഴും സെക്യൂരിറ്റി ജോലിക്കൊക്കെ പോകുന്നുണ്ട്. അവർക്ക് തന്നെ ജീവിക്കാൻ അത്യാവശ്യം ചുറ്റുപാടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എന്നാലും വീട്ടിലിരിക്കാതെ അങ്ങനെ എന്തെല്ലാം ജോലികളുണ്ട്. സ്ത്രീകൾക്കാണെങ്കിൽ വീട്ടിലിരുന്ന് ചെറുകിട വ്യവസായം പോണക്ക് പലഹാരം ഉണ്ടാക്കി ബേക്കറിയിലും കടകളിലും കൊടുക്കാൻ പറ്റും. നമ്മളെ കൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇല്ലേ? നമ്മൾ ഒന്നിനെ ഓർത്ത് സങ്കടപ്പെടണ്ട. നമ്മുടെ അടുത്തോട്ട് തിരിച്ചു വരേണ്ടവരാണെങ്കിൽ ഉറപ്പായിട്ടും തിരിച്ചു വരും. നമ്മളിൽ ഇല്ലാത്ത എന്തെങ്കിലുമൊക്കെ ഗുണവിശേഷങ്ങൾ അവർക്കുണ്ടെന്നോർത്തോണ്ടാണല്ലോ നമ്മുടെ ഭർത്താക്കന്മാർ അങ്ങോട്ട് പോണത്. അവിടെ പോയി നിന്ന് ഒരു 10 പകല് കഴിയുമ്പം അവരുടെ സ്വഭാവം മനസ്സിലാക്കി കഴിയുമ്പോൾ ഓർക്കും, എൻ്റെ ഭാര്യ എത്രയോ നല്ലതായിരുന്നു എന്ന് തോന്നി. അവർ തിരിച്ചു വരുമ്പം നമുക്ക് മനസ്സുണ്ട് സ്വീകരിച്ചാൽ മതി, ഇല്ലെങ്കിൽ സ്വീകരിക്കണ്ട. മക്കൾക്കാണേലും അതുപോലെ തന്നെയാണ്. എൻ്റെ അപ്പനും അമ്മയ്ക്കും ഇല്ലാത്ത ഒരു ഗുണങ്ങളും എൻ്റെ ഭാര്യയുടെ അപ്പനും അമ്മയ്ക്കും ഇല്ല. എപ്പോഴും എന്നെ ചേർത്ത് പിടിച്ചിരുന്ന ഒരു കരുതലായിരുന്നു എൻ്റെ അപ്പനും അമ്മയ്ക്കും. മക്കൾക്ക് മനസ്സിലാകുമ്പം അവർ തിരിച്ച് നമ്മുടെ അടുത്തോട്ട് വരും. അതുപോലെ തന്നെ ഇപ്പോഴത്തെ തലമുറയിലെ കുഞ്ഞുങ്ങളോട് ഞാൻ പറയാം, നിസാര കാര്യത്തിന് നിങ്ങൾ കല്യാണം കഴിച്ചവർ തമ്മി തല്ലി പിണങ്ങി തിരിച്ച് വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ ചില രക്ഷിതാക്കൾ പറയും, നീ ഇനി അങ്ങോട്ട് പോകണ്ട, അവൻ്റെ പേര് കേസ് കൊടുക്കാം, അല്ലെ അവരുടെ വീട്ടുകാരുടെ പേര് കേസ് കൊടുക്കാം, ഡൈവേഴ്സ് ആകാം, നിന്നെ ഞാൻ വേറെ കെട്ടിച്ചുവിടാം. എപ്പോഴും രണ്ടാം കല്യാണം തന്നെയാണ് എന്നും പറഞ്ഞ് നമ്മൾ പല വീട്ടുകാരും പല സ്വഭാവക്കാരും രീതിക്കാരും ആകട്ടോ. പ്രശ്നമുള്ളവർ ഒരുപാട് വീട്ടുകാരുണ്ട്, നമുക്കറിയാം. കെട്ടിത്തൂക്കുന്നു, പാമ്പിനെ കൊണ്ട് കടിപ്പിച്ചു കൊല്ലുന്നു, വിഷം കൊടുക്കുന്നു, എന്തെല്ലാം രീതി കാണിക്കുന്നു. അങ്ങനെയുള്ളവരൊന്നും പിടിച്ചു നിൽക്കണമെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. അതിൻ്റെ അകത്ത് രക്ഷകർത്താക്കൾ ചെന്ന് ഇടപെട്ട് അവരുടെ കാര്യങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കി വീട്ടുകാരെ തിരുത്താനല്ല ഭർത്താവിനെ തിരുത്താൻ പറ്റുന്നൊരു കാര്യമാണ് തിരുത്തുക. ഇല്ലെങ്കിൽ അവനവൻ്റെ കുഞ്ഞുങ്ങളെ അവനവൻ്റെ വീട്ടിലോട്ട് തന്നെ പോരുക. അവനവൻ്റെ വയറ്റിൽ കൊള്ളാമെങ്കിൽ കലത്തിലും കൊള്ളത്തില്ലേ. അപ്പോൾ അവിടെ നിന്നിട്ട് ഒരു ജോലിക്കൊക്കെ ശ്രമിക്കുക. അത് കഴിഞ്ഞിട്ട് അനുയോജ്യമായ ഒരു കല്യാണം വരുമ്പം കെട്ടിച്ചു വിടുക. അല്ലാതെ വീട്ടിൽ നിർത്തി അവരുടെ ഭാവി ഒരിക്കലും കളയരുത് കേട്ടോ. നമ്മുടെ ഈ ഒരു ചെറിയ ജീവിതം അതിൻ്റെ അകത്ത് ടെൻഷൻ അടിച്ചും ആർക്കും വേണ്ടിയിട്ട് നമ്മുടെ ജീവിതം കൊണ്ടുപോയി ഹോമിച്ച് കളയേണ്ട ഒരു കാര്യവും ഇല്ല. നമ്മൾ ടെൻഷൻ അടിച്ചാലും വിഷമിച്ചിരുന്നാലും കരഞ്ഞാലും നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരേണ്ടതൊക്കെ വന്നു ചേരും. അതിനെയൊക്കെ നമ്മൾ ഒരു ചെറു ചിരിയോടെ മാറ്റി നിർത്തുക. സന്തോഷിക്കാൻ പറ്റുന്ന സമയങ്ങളിലൊക്കെ നമ്മൾ സന്തോഷിക്കുക. നമുക്കൊരു ഇച്ചിരി പൈസയുള്ളൂ, ആ ഇച്ചിരി പൈസ കൊണ്ട് നമ്മളൊരു വൈകിട്ടൊരു അമ്പലത്തിൽ പോയി ഒന്ന് തിരിച്ചു വരുന്ന മനസ്സിന് എന്തോ ഒരു സുഖം കിട്ടും. അല്ലാതെ ടൂർ പോകണമെന്നൊന്നുമില്ല. പിന്നെ മെയിനായിട്ട് ഞാനൊരു കാര്യം പറയാൻ വന്നതും ഇതാണ്, നമ്മുടെ കുഞ്ഞുങ്ങൾ ചെറുപ്പം തൊട്ട് നമ്മൾ അടുക്കും ചിട്ടയോടും കൂടി തന്നെ വളർത്തണം. അല്ലാതെ ഇപ്പം അടയ്ക്കയാണല്ലോ അപ്പോൾ അത് ഒരിച്ചിരി വിട്ടുവീഴ്ച ചെയ്യാം. നമുക്കത് കവുങ്ങാകുമ്പോൾ പിടിച്ചു കെട്ടാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ വളർച്ചയും തളർച്ചയും അവരുടെ സന്തോഷങ്ങളും എല്ലാം നമ്മൾ നോക്കിക്കാണണം. അതിൻ്റെ അകത്തെ പോരായ്മകൾ നമ്മൾ കുഞ്ഞുങ്ങളോട് പറഞ്ഞു തിരുത്തണം. വീട്ടിൽ അച്ഛൻ്റെ അച്ഛനോ അല്ല അമ്മയുടെ അച്ഛനോ ആരും ആയിക്കോട്ടെ, മുതിർന്നവരുണ്ടെങ്കിൽ അവരെ ബഹുമാനിക്കാൻ പഠിപ്പിക്കണം. അല്ലാതെ അവർക്ക് തൊഴിക്കാനും തല്ലാനും തുപ്പാനും ഒന്നും സമ്മതിക്കരുത്. ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ എനിക്ക് ഒരുപാട് അറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മക്കളുടെ നേരെ ഒരു കണ്ണും കാതും എല്ലാം എപ്പോഴും തുറന്നു വയ്ക്കും. അതുപോലെ തന്നെ അവരുടെ കൂട്ടുകാരെ കുറിച്ച് നിങ്ങൾ തിരക്കണം. അവർ നല്ല കൂട്ടുകെട്ടാണോ, നല്ല കൂട്ടുകെട്ടിലാണോ പെട്ടിരിക്കുന്നതെന്നൊക്കെ നമ്മൾ ചിന്തിക്കണം കേട്ടോ. കൈവിട്ടു പോയിട്ട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലേ. ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പം മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ദിവസം വീണ്ടും കാണാൻ. ടാറ്റാ ബൈ.